എവറിവൺ. അപ്പോൾ SSLC എക്സാം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല റിലാക്സ്ഡ് ആയിട്ട് വെക്കേഷനൊക്കെ എൻജോയ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു വലിയ കടമ്പ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളൊന്ന് ടെൻഷൻ അടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ SSLC റിസൾട്ട് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ് കയറിയപ്പോൾ തൊട്ട് നിങ്ങൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരിക്കും, ഇനി SSLC കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് പ്ലാൻ എന്താ, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റാണ് എടുക്കുന്നത്, ഇനി അതല്ലെങ്കിൽ ചില അഡ്വൈസുകൾ കിട്ടും, മക്കളെ സയൻസ് എടുത്തിട്ടേ കാര്യമുള്ളൂ, അതുകൊണ്ടേ നമുക്ക് മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ, ഇങ്ങനെയുള്ള കുറേ അഡ്വൈസുകളൊക്കെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു SSLC എക്സാം കഴിഞ്ഞ് നിങ്ങളുടെ റിസൾട്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് ഉണ്ടാകാൻ വേണ്ടി പോകുന്ന വലിയ കൺഫ്യൂഷനാണ്, ഞാൻ ഇനി +1 ഏത് സബ്ജക്റ്റ് എടുത്ത് പഠിക്കും, അല്ലെങ്കിൽ ഈ +1 അഡ്മിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഇതിനകത്തെ കാര്യങ്ങളൊക്കെ നടക്കുക, അല്ലെങ്കിൽ +1 +2 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ 10ാം ക്ലാസ് വരെ കണ്ടതുപോലെയല്ല, കുറേ മാറ്റങ്ങളുണ്ട്, അതെന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് +1 അഡ്മിഷനെ കുറിച്ചും അതുപോലെ തന്നെ നിങ്ങൾ ഏത് സബ്ജക്റ്റ് ചൂസ് ചെയ്യണം, എങ്ങനെ ഒരു സബ്ജക്റ്റ് നമുക്ക് ചൂസ് ചെയ്യാം, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ തൊട്ടേ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇനിയും കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കാര്യം തന്നെയാണ്, +1 +2 എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ വലിയ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന കോഴ്സ് ആയിരിക്കും മേ ബി നിങ്ങളുടെ ഫ്യൂച്ചർ തീരുമാനിക്കുക. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പഠിച്ചതിനനുസരിച്ചുള്ളൊരു ജോലി കിട്ടണം അല്ലേ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലൊരു ജോലി ചെയ്യുക എന്നുള്ളത്. അപ്പം ഈ ഒരു കാര്യത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇന്ന് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന, അല്ലെങ്കിൽ ഈ ഒരു 2 വർഷത്തേക്ക് നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ആ ഒരു കോഴ്സായിരിക്കും. അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ +1നെ നമ്മൾ 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, HSC ആൻഡ് VHSC. VHSC എന്ന് പറഞ്ഞാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. HSCനേക്കാളും നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്കും പഠിക്കാനുണ്ടാവും. ഒരു വാസ്റ്റ് സിലബസ് ആയിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക. HSCയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് പ്രധാനമായിട്ടും 3 കോഴ്സുകളാണ് വരിക. ആൻഡ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ HSCനെ കുറിച്ചിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സയൻസ്, കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. നിങ്ങൾ വളരെ എന്താ പറയുക, എല്ലാവരും കേട്ടിട്ടുള്ള 3 കോഴ്സുകളാണ് ഈ സയൻസ്, കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് അതിനകത്ത് തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൽ തന്നെ നമുക്ക് 46 കോമ്പിനേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും നാൾ, അതായത് 10ാം ക്ലാസ് വരെ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് എന്താ, നമ്മുടെ ഗ്രേഡാ അല്ലേ. 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് എത്ര A+ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതായിരിക്കും നിങ്ങൾ കണക്കാക്കുക. പക്ഷേ +1 +2ലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നമുക്ക് മാർക്കിനായിരിക്കും ഇമ്പോർട്ടൻസ് വരുന്നുണ്ടാവുക. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, +1ൻ്റെയും +2ൻ്റെയും ഫുൾ മാർക്കിൻ്റെ ഒരു ടോട്ടൽ ആയിരിക്കും നമുക്ക് +2ൻ്റെ ഫൈനൽ റിസൾട്ടായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ടാവുക. അതായത് ഈ ഒരു +1 +2ൻ്റെ ടോട്ടലിൻ്റെ ഒരു അഗ്രിഗേറ്റ് ആ ഒരു പെർസെൻറ്റേജ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇനി ഫ്യൂച്ചറിലേക്ക് ഏത് കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നതും അതുപോലെ തന്നെ കോളേജിലേക്കുള്ള അഡ്മിഷൻസിനും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ +1 +2നെ കുറിച്ചിട്ടുള്ള ഒരു ഏകദേശ ഐഡിയ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇനി നിങ്ങളുടെ മൈൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്ന അടുത്ത ഡൗട്ട് എന്ന് പറയുന്നത്, +1 +2ൽ ഞാൻ ഏത് കോഴ്സ് എടുത്ത് പഠിക്കും, എങ്ങനെ എനിക്ക് പറ്റിയ കോഴ്സ് ഞാൻ കണ്ടുപിടിക്കും, ഇതൊക്കെയല്ലേ. യെസ്, അപ്പോൾ നമുക്ക് കുറേ അധികം സജഷൻസ് വന്നിട്ടുണ്ടാവും, കുറേ അധികം അഡ്വൈസുകൾ ഇപ്പോൾ കിട്ടുന്നുണ്ടാവും. സയൻസ് എടുത്താൽ മതി, സയൻസ് എടുത്ത് പഠിച്ചാലേ രക്ഷപ്പെടുള്ളൂ, അല്ലെങ്കിൽ സയൻസ് എടുത്താലേ നല്ല സാലറി ഉള്ള ജോലി കിട്ടുള്ളൂ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ടാവും. ഈ ഒരു പ്രഷറിന് വഴങ്ങി നമ്മൾ കുറേ തീരുമാനങ്ങൾ നമ്മുടെ മനസ്സിലെടുത്ത് വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല, എന്നാലും എനിക്ക് പെട്ടെന്നൊരു ജോലി വാങ്ങണം, അതുകൊണ്ട് ഞാൻ ഇത് കേൾക്കാം, ഇങ്ങനെയുള്ള കുറേ ധാരണകളിലൂടെയൊക്കെ ആയിരിക്കും നിങ്ങളിപ്പോൾ കടന്നു പോകുന്നുണ്ടാവുക അല്ലേ. പക്ഷേ ഇതൊന്നും അല്ല ശരിയായിട്ടുള്ള കാര്യം. ആൻഡ് നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളാണ് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, നിങ്ങളുടെ ഫ്യൂച്ചറാണ് മുന്നോട്ടേക്ക് വരുന്നത്. സോ മറ്റുള്ള അഡ്വൈസുകൾ സ്വീകരിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സജഷൻസ് കേൾക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അൾട്ടിമേറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. നിങ്ങളൊക്കെ എപ്പോഴും കേട്ടിട്ടുണ്ടാവുന്ന കുറേ കാര്യങ്ങളാണ്, അതായത് 10ാം ക്ലാസ് വരെ നന്നായിട്ട് പഠിക്കാമായിരുന്നു, +1 +2ലേക്ക് ചെന്നപ്പോഴത്തേക്കും ഭയങ്കര ഉഴപ്പായി, മാർക്ക് കുറഞ്ഞു പോയി. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക? നമുക്കിഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഉഴപ്പോ ഇല്ല അല്ലേ. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് എടുത്താണ് നമ്മൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, അതിൽ പുറകിലേക്കായി പോവില്ല, അല്ലെങ്കിൽ നമുക്കത് പഠിക്കാനായിട്ട് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമുക്കിഷ്ടമുള്ളൊരു കോഴ്സ് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഇതാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് മനസ്സിലാക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല. നമ്മളെ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി.
ഫസ്റ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യം നമ്മുടെ അംബീഷൻ എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ഗോൾ എന്താണെന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കുക. അതായത് നിങ്ങൾക്കിപ്പം മെഡിക്കൽ ഫീൽഡിനോടാണ് കൂടുതൽ താല്പര്യം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോട് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, ഇപ്പം എന്താ പറയുക കോഡിങ്, ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിനോടൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇനി അതുമല്ല നിങ്ങൾക്കിപ്പോൾ പ്രത്യേകിച്ച് ഒരു എയിം ഇല്ല, അല്ലെങ്കിൽ എനിക്ക് എന്താവണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റിയിട്ടില്ല, അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങൾ ഈ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് ഹോംവർക്ക് ഒക്കെ ടീച്ചേഴ്സ് തന്നു വിടുന്ന സമയത്ത് വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റോട് ചെയ്തിട്ടുണ്ടായിരുന്ന ഹോംവർക്കുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏത് ടീച്ചറിൻ്റെ ക്ലാസ്സിലിരിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു എനർജി തോന്നിയിട്ടുണ്ടായിരുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഇപ്പം നിങ്ങൾക്ക് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ, ഇപ്പോൾ ബയോളജി സയൻസ് ആയിക്കോട്ടെ, ഫിസിക്സ്, കെമിസ്ട്രി, ഇതിനോടൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മാത്സ് പഠിക്കാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്ന കൂട്ടത്തിലാണ്, അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ ഡെഫിനറ്റ്ലി സയൻസ് എടുത്ത് പഠിക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താ പറയുക ട്രേഡിങ്ങിനോടൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണ്, ട്രേഡ്, അതുപോലെ തന്നെ എന്താ പറയുക ബൈയിങ് ആൻഡ് സെല്ലിങ്, മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളോടാണ് നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കൊമേഴ്സ് എടുക്കുക. അപ്പോൾ കൊമേഴ്സ് എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും കൊമേഴ്സ് എന്ന് പറയുന്നത് പഠിക്കാത്ത പിള്ളേർ എടുക്കുന്നതാണ്, അല്ലെങ്കിൽ എന്താ പറയുക അതെടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമുക്ക് ചുറ്റും നമ്മൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കോഴ്സുകൾ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുക BCom അല്ലെങ്കിൽ BBA ഇങ്ങനെയുള്ള ഡിഗ്രി കോഴ്സുകൾ മാത്രമായിരിക്കും. പക്ഷെ ഇതല്ല, ഇതിനപ്പുറത്തേക്ക് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡ് തന്നെ കൊമേഴ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല പ്രൊഫഷണൽ കോഴ്സുകളുണ്ട്. അതായത് നമ്മുടെ ഒരു സിഗ്നേച്ചറിന് വാല്യൂ കിട്ടുന്ന രീതിയിലുള്ള ജോബുകൾ വരെ നമുക്ക് കൊമേഴ്സ് ഫീൽഡിൽ അവൈലബിൾ ആണ്. സോ ഒരിക്കലും എന്താ പറയുക ഇതൊരു പഠിക്കാത്ത കുട്ടികൾ സെലക്ട് ചെയ്യുന്ന ഒരു ഇതാണ്, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രീമാണ് കൊമേഴ്സ്, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കൊമേഴ്സ് സെലക്ട് ചെയ്യുക. ഇനി ഇതല്ല, എനിക്ക് കുറച്ചും കൂടെ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലാണ് താല്പര്യം, സോഷ്യൽ ആക്ടിവിസ്റ്റ് ആവാൻ എനിക്കിഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് LLB എടുത്ത് ഒരു അഡ്വക്കേറ്റ് ആവാൻ എനിക്കിഷ്ടമാണ്, പൊളിറ്റിക്സിൽ താല്പര്യമുണ്ട്, ഇങ്ങനെയുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ഡെഫിനറ്റ്ലി ഹ്യൂമാനിറ്റീസ് എടുക്കുക. ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത് വളരെ അണ്ടർ റേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ ഒരു കോഴ്സാണ്. പക്ഷെ ഒരിക്കലും ഇതൊരു എന്താ പറയുക തീരെ പഠിക്കാത്ത അല്ലെങ്കിൽ തീരെ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് അങ്ങനെയല്ല ഇത് വരുന്നുണ്ടാവുക. പിന്നെന്താണ്, നമുക്ക് ഈ പറയുന്ന സോഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻവോൾവ് ആവാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്സിൽ നിങ്ങൾക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരാണ് നിങ്ങൾ, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാണ് നിങ്ങൾ, അങ്ങനെയുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ഡെഫിനറ്റ്ലി ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണെന്നും നിങ്ങളുടെ ഫീൽഡ് ഏത് വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ എപ്പോഴും മനസ്സിലുണ്ടാവുക നിങ്ങളാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, നിങ്ങളുടെ ഫ്യൂച്ചറാണ്. സോ അതിന് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ഡിസിഷൻസിനും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും വാല്യൂ കൊടുക്കുന്ന രീതിയിലുള്ളൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.